ഇന്നലെ നമ്മൾ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന മലയാള സിനിമയിലെ പ്രശസ്തനായിട്ടുള്ളൊരു താരം PGS വേദാന്ത എന്ന് പറയുന്ന കലൂർ നോർത്തിലുള്ള, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊട്ടിപ്പുറത്തുള്ള നേരത്തെ മമതാ മോഹൻദാസിൻ്റെയൊക്കെ മുൻ ഭർത്താവിൻ്റെ ഹോട്ടലാണ്. ആ ഹോട്ടലിൽ നിന്നും 3-ാം നിലയിൽ നിന്നും 2-ാം നിലയിലേക്ക് ചാടുകയും അതിൻ്റെ ഷീറ്റിൽ നിന്ന് വീണ്ടും പൂളിലേക്ക് ചാടുകയും അവിടെ നിന്ന് ഒരു ഓട്ടം ഓടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ വിശദമായിട്ട് വീഡിയോ ചെയ്തു. അപ്പോൾ അതിന് ശേഷം അദ്ദേഹം ചെയ്തത് അവിടെ നിന്ന് ഒരു ലിഫ്റ്റ് ചോദിച്ച് ഒരു ആളുടെ സ്കൂട്ടറിൽ കയറി എന്നൊക്കെയാണ് പറയുന്നത്, ഒരു ബൈക്കിൽ കയറി. പക്ഷെ അത് കൃത്യമായി വിളിച്ചു പറഞ്ഞിട്ട് വന്ന ആരെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിനുശേഷം ഇദ്ദേഹം ഹയാത്തിലേക്ക് എത്തുകയും അതിൻ്റെ സൈഡിൽ വെച്ച് ഈ സ്കൂട്ടറിൽ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഹയാത്തിൽ കയറി എനിക്കൊന്ന് കുളിച്ചിട്ടൊക്കെ ആയിരിക്കും, പൂളിൽ വീണതല്ല. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വീണ്ടും ഒരു കാറിൽ പോയി എന്നാണ് അറിയുന്നത്. അങ്ങനെ ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടം ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ പൊള്ളാച്ചി വരെ, തമിഴ്നാട്ടിൽ പൊള്ളാച്ചി വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മളൊരു കാര്യം ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ 2 കാര്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ 2 കാര്യങ്ങളിൽ ഒന്ന്, ഈ ഓട്ടം ഓടിയത് മിക്കവാറും പെട്ടെന്ന് എനിക്ക് എക്സസൈസ് ചെയ്യാൻ തോന്നിയതുകൊണ്ട് ഓടിയതാണെന്നും അതുപോലെ അതിനെന്താ കുഴപ്പമെന്ന് നോക്കാം പിറ്റേ ദിവസം ഷൈൻ ടോം ചാക്കോ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഷൈൻ ടോം ചാക്കോ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും ഒരു ജോക്കുട്ടൻ ഇറങ്ങിയിട്ടുണ്ട്. ഷൈൻ്റെ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അതിര് കടന്ന ഡയലോഗാണ് പറഞ്ഞത്. 2 ശരിയായിരിക്കുന്നു. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഷൈൻ ടോം ചാക്കോ ഓടിയതിൽ എന്താണ് തെറ്റ്? റൺ കൊച്ചി റൺ സംഘടിപ്പിക്കുന്നതല്ലേ, അതിൻ്റെ ഭാഗമായി കണ്ടാൽ മതി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഫെഡറൽ ബാങ്കൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ള റൺ കൊച്ചി റൺ എന്ന് പറയുന്ന ഒരു മാരത്തോണൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി പുള്ളി രാത്രി ഇത് ഓടിയത് എന്നുള്ളതാണ്. ഇത് കൂടാതെ ഞാൻ രണ്ടാമതൊരു കാര്യം പറഞ്ഞിരുന്നു. അത് വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന താരം അവർ കൊടുത്തിട്ടുള്ള പരാതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ പരാതി മിക്കവാറും അത് ഒത്തീർപ്പിലെത്തിയേക്കാം, പിൻവലിക്കപ്പെട്ടേക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വിൻസി അത് പരാതി പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്നാണ് പറയുന്നത്. കൂടാതെ വിൻസിയുടെ കുടുംബക്കാർ ഈ പരാതിയുടെ അന്വേഷണവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിരിക്കുന്നു. ഇനി ഈ നമ്മുടെ ഈ ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും അതിനൊരു ട്രോളുമായിട്ടാണ് ഞാൻ കണ്ടത്. ആ കണ്ടതെന്ന് പറഞ്ഞത് നമുക്കറിയാം, പ്രശസ്തമായിട്ടുള്ളൊരു സിനിമ, പൃഥ്വിരാജും അതുപോലെ തന്നെ ബിജു മേനോനൊക്കെ ഒരുമിച്ച് ഇറങ്ങിയിട്ടുള്ള സിനിമയുണ്ട്, ഹിറ്റായിട്ടുള്ളൊരു സിനിമ. അതിൽ രഞ്ജിത്താണ്, അതായത് ഡയറക്ടർ രഞ്ജിത്താണ് അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ട്രോള് മുകളിൽ കാണിക്കുന്നു, അതായത് ഇത് മറ്റേ കൊച്ചി റൺ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഓടിയാൽ മതി എന്ന് പറയുന്നു. ഉടനെ തന്നെ താഴെ കൊടുത്തേക്കുന്നത് ബിജു മേനോൻ്റെ ഒരു ഡയലോഗാണ്. ആ ഡയലോഗിന് അപ്പുറത്തേക്ക് മറ്റൊന്നും പറയേണ്ടതില്ല. അത് അതിഗംഭീരമായിട്ടുള്ള ഒരു സോഷ്യൽ വിമർശനമാണ്, സാമൂഹിക വിമർശനമാണ്. ആ ഡയലോഗിൽ പറയുന്നത്, ബിജു മേനോൻ ചോദിക്കുന്നൊരു ഡയലോഗാണ്, പറയാതിരിക്കാൻ പറ്റില്ലടാ, നിങ്ങൾ പാരമ്പര്യമായി പൊട്ടന്മാരാണല്ലേ എന്നുള്ളതാണ്. ഇത് പറഞ്ഞാൽ ഏതാണ്ട് ഇവൻ്റെ അനിയനുമൊക്കെ ഇതുപോലെ തന്നെയാണ് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നാൽ, ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഡാൻസ് ഓഫ് സംഘം, അതായത് ഡിസ്ട്രിക്ട് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സാണ്. അവർ വന്ന് മുട്ടിയപ്പോഴാണ് ഇവർ ഇതുപോലെ ചാടിയിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ ബലമായ സംശയം എന്ന് പറയുന്നത്, ഈ 2 പോലീസുകാർ സാധാരണ ഇങ്ങനെ ഒരാളെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ വേറൊരു ഡ്രഗ് പഡ്ലറെ തേടിയാണ് ഇവർ വന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ അവർ ചിലപ്പോൾ മറ്റു വഴികളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ സാധ്യതകളുള്ളപ്പോൾ തീർച്ചയായിട്ടും ഒരു 2-3 പോലീസുകാരെങ്കിലും താഴെ നിൽക്കാറുണ്ട്. പക്ഷെ ഇതാരും താഴെ നിന്നില്ല എന്നുള്ളത് എന്നെ സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് ഉള്ളിൽ നിന്ന് തന്നെ ചോർത്തിക്കൊടുത്ത് ഇവനെ രക്ഷപ്പെടാൻ സഹായിച്ചതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, 2015 ഏപ്രിൽ 14 ഇവരെതിരെ ഒരു കേസ് ഉണ്ടാവുന്നത്. അത് നിങ്ങൾക്കെല്ലാം അറിയാം, 8 ഗ്രാം കൊക്കൈൻ പിടിച്ചെടുത്തിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ ആ 8 ഗ്രാം കൊക്കൈൻ വളരെ സന്തോഷത്തോടു കൂടി 4 മറ്റേ വനിതാ മോഡലുകളുമൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ്റെ കഷ്ടകാലത്തിന് ഇവനെ വന്ന് പോലീസ് അവിടെ നിന്ന് പിടികൂടുന്നത്. അപ്പോൾ 8 ഗ്രാം കൊക്കൈൻ പിടിച്ചെടുത്തു. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം, അതിനൊരു 15 മിനിറ്റ് മുമ്പെയാണ് വന്നിരുന്നതെങ്കിൽ കേരളത്തിലെ പ്രശസ്തരായ ചില ഡയറക്ടർമാരും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ ഇതിൽ പെട്ടേനെ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ അത് ഉണ്ടായില്ല. അവർ 10 മിനിറ്റ് മുമ്പ് അവർ പോയത് കൊണ്ടിട്ട് അവർ ഇതിനകത്ത് പെട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയുടെ കൊക്കൈൻ കേസ് വലിയ വിവാദമായിട്ടുള്ളൊരു കേസാണ്. കേരളത്തിലുണ്ടായിട്ടുള്ള ആദ്യത്തെ കൊക്കൈൻ പിടിച്ചെടുത്താണ്. പക്ഷെ എന്നിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെല്ലാവരെയും തന്നെ ആ 4 വനിതാ മോഡലുകളെയും ഈ ഷൈൻ ടോം ചാക്കോയും ഒക്കെ വെറുതെ വിട്ടതിൻ്റെ കാര്യം, അതിൽ പോലീസ് കാണിച്ചിട്ടുള്ള ഒരു കള്ളക്കളികളാണ്. അതായത് കൃത്യമായി ഇവരുടെ മെഡിക്കൽ പരിശോധന നടത്തിയില്ല എന്നുള്ളത് മുതൽ
നിരവധി കാര്യങ്ങൾ ഈ കേസിൻ്റെ ഭാഗമായി ഒരു കള്ളത്തരങ്ങൾ നടന്നു. അങ്ങനെ പ്രോസിക്യൂഷൻ അത് പരാജയപ്പെട്ടു എന്നാണ് കോടതി തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് വിട്ടുപോയത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ റൂമിൽ വന്നിട്ട് പോയ ആളുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ ഒരു ഗവൺമെൻറ് തന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാകും. കാരണം അത്തരത്തിൽ സ്വാധീനമുള്ള വിപ്ലവ പാർട്ടിയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ചില ആളുകളാണ്, സംവിധായകരും ഈ പറഞ്ഞ പോലെ അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇനി ഇതെല്ലാം പോട്ടെ, ഇതിന് ശേഷം നമ്മുടെ സിനിമയിലേക്ക് വന്നാൽ ഈ സിനിമാ രംഗം എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. സിനിമയിൽ നേരത്തെ തന്നെ മദ്യം ഉപയോഗിക്കാറുണ്ട്, ലഹരി ഉപയോഗിക്കാറുണ്ട്, മറ്റു പല വൃത്തികേടുകളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ബോളിവുഡിലൊക്കെ ഉള്ളതുപോലെ അതിൻ്റെ പീക്കിലേക്ക് ഇതൊരു വലിയ മാർക്കറ്റായി കണ്ടുകൊണ്ട് സിനിമാ ലോകം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണം എന്ന് പറയുന്നത് 2015 ഈ പറയുന്ന നമ്മുടെ ഷൈൻ ടോം ചാക്കോ, അതായത് ഷൈൻ ചെയ്യുന്ന ഷൈൻ ടോം ചാക്കോ ഈ കേസിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അതിനുശേഷം ഇത് 2016 മുതൽ, ആ സമയം വരെ ഷൈൻ ടോം ചാക്കോ ഒരു വളരെ ചെറിയൊരു നടനായിരുന്നു, വലിയ തോതിൽ അറിയപ്പെടുന്ന ഒരു നടനൊന്നുമല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ കൊക്കൈൻ കേസിൽ ഉൾപ്പെട്ടപ്പോൾ സാധാരണ നമ്മളൊക്കെ വിചാരിച്ചത് സിനിമയിൽ അവസരങ്ങൾ കുറയുമെന്നാണെങ്കിൽ 2016 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഷൈൻ ടോം ചാക്കോ അഭിനയിച്ചത് 75 സിനിമകളാണ്. അതായത് 2016 മുതൽ നിങ്ങൾ അറിയേണ്ടത് ഒരു 2025 വരെ എന്ന് പറഞ്ഞാൽ 2025 ഇപ്പോൾ കഴിഞ്ഞിട്ടില്ലെന്നറിയാം. അതായത് ഏതാണ്ട് ഒരു 8 കൊല്ലങ്ങൾ കൊണ്ട് 75ഓളം വരുന്ന സിനിമകളിൽ ഈ ഷൈൻ ടോം ചാക്കോ അഭിനയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ കൊക്കൈനൊക്കെ ആയി മേടിക്കാനുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സിനിമയിൽ വലിയ തോതിൽ ആക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മുടെ മലയാള സിനിമയിൽ ഫണ്ട് ചെയ്യുന്ന പല ആളുകൾക്കും തന്നെ ഇത്തരത്തിൽ ലഹരി മാഫിയകളുമായി ബന്ധമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഷൈൻ ടോം ചാക്കോ എക്സാക്ട്ലി ഇത്തരത്തിലുള്ള ഒരു ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു, ഇവനെ അവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ കണക്കൂട്ടാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സിനിമയിൽ വരുന്ന ആളുകൾ, ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്നൊക്കെ എത്തുന്ന ആളുകൾ പെട്ടെന്ന് വലിയ തോതിൽ കാശുണ്ടാവുകയും ഒരു 40, 50, 80 ലക്ഷം രൂപയൊക്കെ അവർക്ക് വലിയ തോതിൽ പ്രതിഫലം കിട്ടുകയും ചെയ്യുന്ന ആളുകളെ കൊണ്ട് മാത്രമേ ഈ 1 ഗ്രാമിന് 1 ലക്ഷം രൂപ വരുന്ന കൊക്കൈനെ പോലെയുള്ള ഐറ്റംസ് ഒക്കെ മേടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതല്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു മീഡിയം ലെവലിലുള്ള ആളുകളെ കൊണ്ട് പോലും ഇപ്പം നമുക്കറിയാം ഒരു 15,000, 20,000 രൂപ വരുന്ന MDMA ഒക്കെ മേടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ മേടിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു കമ്മ്യൂണിറ്റിയും വലിയൊരു കസ്റ്റമർ ബേസും ഉള്ളത് സിനിമയിലാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അത്തരത്തിൽ ആ സിനിമയിലുള്ള ആ സിനിമാ രംഗം ഒന്നാമത്തെ അടക്കി വാഴാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായി ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ അവിടെ പ്ലേസ് ചെയ്തതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ പിൻബലം എത്രത്തോളം ഉണ്ടെന്നറിയാൻ ഇന്നലെ ഈ നിങ്ങൾ അറിയേണ്ടത് പൂളിൽ വീണ് ഡ്രസ്സ് മുഴുവൻ നനഞ്ഞിട്ടുള്ള ഷൈൻ ടോം ചാക്കോ ഒരു ലിഫ്റ്റ് ചോദിക്കുമ്പോൾ ആരെങ്കിലും നിർത്തിക്കൊടുത്ത് കയറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് കൃത്യമായി പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ള ഒരാളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരാളായിരിക്കും. രണ്ടാമത് ഇങ്ങനെ നനഞ്ഞു കുളിച്ച് വന്നേക്കുന്ന ഒരാളെ ഒരു സംശയവുമില്ലാതെ ഹയാത്ത് പോലെയുള്ള ബോൾഗാട്ടിയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കയറി അവിടെ ചെന്ന് ഫ്രഷപ്പായി പുറത്തിറങ്ങി എന്നൊക്കെ പറയുന്നതും തീർത്തും സംശയാസ്പദമായ കാര്യങ്ങളാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ വലിയ തോതിലുള്ള ഒരു റാക്കറ്റ് നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുവഴി അവർ ഈ പറയുന്ന പോലെ യൂട്യൂബിൻ്റെ ചാനലുകളിലൂടെയുള്ള ഇൻ്റർവ്യൂകൾ വഴി പോലും ഇത് ഒരു വലിയ തോതിൽ ഒരു ബ്രാൻഡ് ഈ പറയുന്ന പോലെ മയക്കുമരുന്നുകളുടെയും മാഫിയകളുടെയും ഒരു അരാജകത്വത്തെ തന്നെ, ഇപ്പോൾ ബൊഹീമിയൻ തെരുവുകളിലൊക്കെയുള്ള ഒരു അരാജകത്വത്തെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ലെവലിലേക്ക് ഈ പറയുന്ന ഒരു ബ്രാൻഡ് അംബാസഡർമായി ഇവരെയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ആളുകളുടെ ശക്തി എത്രമാത്രമാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അത്തരത്തിൽ വലിയ പണം കൊടുത്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന കേസുകൾ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്ന് ഓടിയിട്ട് ഡാൻസ് ഓഫിനെയും വെട്ടിച്ച് നിർത്താതെ ഓടി പൊള്ളാച്ചി വരെ എത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്തൊരു കാര്യം, ഇതിൻ്റെയൊക്കെ ഒരു ധൈര്യവും അഹങ്കാരവും ഒക്കെ എത്രയുണ്ട്. മലയാളികളായിട്ടുള്ള സാധാരണ ആളുകളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എന്നുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഷൈൻ ടോം ചാക്കോ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നിരവധി പോസ്റ്റുകൾ, സ്റ്റോറീസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നെന്ന് പറയുന്നത് ഇവൻ ചാടിയതുപോലെ തന്നെ ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ടോം ക്രൂസാണ്. അത്തരത്തിൽ ചാടിയിട്ടുള്ള ഒരു രംഗമെടുത്ത് വെച്ചുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു, കാണിക്കുന്നു. കൂടാതെ നമുക്കറിയാം 2020 എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി മോഹൻലാലിന് ഒരു റൂമിനകത്ത് അടച്ചിട്ട് പോകുമ്പോൾ മോഹൻലാൽ പൂളിലേക്ക് ചാടിയിട്ട് നേരെ പുറത്തിറങ്ങുന്ന ഒരു രംഗമുണ്ട്. ആ രംഗവും ഒക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് അങ്ങേയറ്റം മലയാളി സമൂഹത്തെയും നിയമത്തെയും ഒക്കെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുകയും അർമാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്
നമ്മുടെ ഷൈൻ ടോം ചാക്കോമാർ എന്നുള്ളത് മറന്നു പോകരുത്. ഷൈൻ ടോം ചാക്കോയുടെ ഇതിൽ മറ്റൊരു സ്റ്റോറി കൂടി ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമയുടെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ സൂത്രവാക്യത്തിൽ അഭിനയിച്ചിട്ടുള്ള നമുക്കറിയാം വിൻസി അലോഷ്യസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതോ കൊളാബിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പുല്ലാണ് എന്നുള്ള ഒരു കാര്യമാണ് ഷൈൻ ടോം ചാക്കോ ഇതുവഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഷൈൻ ടോം ചാക്കോയുടെ അനിയനായിട്ടുള്ള ജോ കുട്ടനുമൊക്കെ പറയുന്നത്. ഇനി മറ്റൊരു സംഭവം കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ ക്രൗൺ പ്ലാസ എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള മറ്റൊരു 5 സ്റ്റാർ ഹോട്ടൽ, ആ ഹോട്ടലിൽ 50,000 രൂപയിൽ കൂടുതൽ റൂമെടുത്ത് താമസിച്ചിട്ടുള്ള 2 പേർ. ആ 2 പേരിൽ ഒരാളെ നമുക്കറിയാം, ഓം പ്രകാശ് ആയിരുന്നു. അതായത് കുപ്രസിദ്ധമായിട്ടുള്ള ഗുണ്ടയാണ് ഓം പ്രകാശ് എന്ന് പറയുന്നത്. ഓം പ്രകാശ് നമുക്കറിയാം പോൾ മുത്തൂറ്റ് വധക്കേസിൽ സംശയാസ്പദത്തിൻ്റെ നിഴലിൽ നിന്നിട്ടുള്ള ഒരാളാണ്. പോൾ മുത്തൂറ്റ് വധം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതുപോലെ പോൾ മുത്തൂറ്റ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന പല ആരോപണങ്ങളുമുണ്ട്. അന്നുണ്ടായിരുന്ന 2 ഗുണ്ടകളിൽ ഒരാളാണ് പുത്തമ്പാലം രാജേഷും, ഒന്ന് ഓം പ്രകാശ് എന്ന് പറയുന്നത്. അതിൽ ഓം പ്രകാശ് അവിടെ താമസിച്ചപ്പോൾ അവൻ്റെ റൂമിലേക്ക് വെറുതെ വിസിറ്റ് ചെയ്യാൻ നിന്ന 2 പേരുണ്ട്. ഒന്ന് പ്രയാഗ മാർട്ടിനും ഒന്ന് ശ്രീനാഥ് ബാസിയുമാണ്. അപ്പോൾ അതേ ശ്രീനാഥ് ബാസിയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം മറ്റേ എന്തോ ഒരു പ്രൊഡ്യൂസർ, ആ പ്രൊഡ്യൂസറുടെ മലബാർ എന്നൊക്കെയാണ്, ഹസീബ് മലബാർ, അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മാനേജറെ വിളിച്ചിട്ട് വെളുപ്പിന് 2:45 കഞ്ചാവ് കിട്ടണമെന്ന് പറയുകയും കഞ്ചാവ് കിട്ടിയില്ലെങ്കിൽ പിന്നീട് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അത് കൊടുക്കാതിരുന്നത് കൊണ്ട് പിന്നെ 56 ദിവസത്തേക്ക് ആ സിനിമയിലേക്ക് സഹകരിക്കാതിരിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ എവിടെത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതേ ശ്രീനാഥ് ബാസിയാണ് ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട് നമ്മുടെ വീണ എന്ന് പറയുന്ന ഒരു അവതാരികയോട് എന്ത് ചെയ്ത് വളരെ മോശമായിട്ട് പെരുമാറിയത്. അപ്പം ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ സിനിമയെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സിനിമയിൽ നിന്ന് മാത്രമല്ല സമൂഹത്തിൽ. ഇതിലേക്ക് സജി നന്ദിയാട്ടിനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് സിനിമയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സമൂഹത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിലേക്ക് വരുമെന്നാണ്. അല്ല, നേരെ തിരിച്ചാണ്. പല കാലത്തും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇതുപോലെ പ്രൊപ്പഗാണ്ട സിനിമകൾ എടുക്കുകയും അവിടെയൊക്കെ ഒരു അരാജകത്വ സ്വഭാവം വർദ്ധിപ്പിക്കുകയും അതുവഴി ഈ പറയുന്ന പോലെ മയക്കുമരുന്നിലൂടെ അഡിക്റ്റ് ആക്കിയിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനും നാസി ഭരണകൂടം മുതൽ പല ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കണം. അത്തരത്തിൽ വിപുലമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണോ എന്ന് കൂടി അറിയണം. അതുകൊണ്ട് കൂടിയാണോ ഇത്രമാത്രം ധൈര്യം നമ്മുടെ ഷൈൻ ടോം ചാക്കോമാർക്ക് കിട്ടുന്നതെന്ന് അറിയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സാധാരണ കേരളത്തിലെ ഒരു താരവും അഭിനയിക്കാത്ത രീതിയിൽ 2016 ഒരു കൊക്കൈൻ കേസിൽ അകപ്പെട്ടത് മുതൽ ഇപ്പോൾ 2024 വരെയുള്ള ഈ സമയപരിധിക്കകം തന്നെ 75 സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നു. വലിയ വർത്താനം പറഞ്ഞാൽ പോലും കൃത്യമായ ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു ആക്ടർ എങ്ങനെയാണ് ഇത്രയും സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവർക്കുള്ള സ്പോൺസേഴ്സ് ആരാണ് ഇത്തരത്തിൽ പണം മുടക്കുന്നത് എന്ന് കൂടി നമ്മൾ അറിയേണ്ടതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് കേരളത്തിലെ എക്സൈസ് സംഘവും പോലീസും ഒന്നും ഇതുവരെ പിടിച്ചത് മുഴുവൻ 8 ഗ്രാം കൊക്കൈൻ വെച്ചവരെ, അല്ലെങ്കിൽ 15 ഗ്രാമും 1 കിലോയും 2 കിലോയും ഒക്കെ കൊക്കൈൻ വെച്ചവരെ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് പിടിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഉറവിടം എവിടെയാണ്, ഇതിനു വേണ്ടി മുഴുവൻ പണം മുടക്കുന്നവരെവിടെയാണ് എന്നുള്ളത് ഇതേവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇതുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം ചെന്നൈയിൽ താമസിക്കുന്ന കുടുംബവുമായി വന്ന് കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ പിടിച്ചിരുന്നു. ആ സ്ത്രീയെ പിടിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് 2 കിലോഗ്രാം വരുന്ന ഈ പറഞ്ഞ പോലെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു. അത് സിനിമയുമായി ബന്ധമുള്ളവരാണ്, സിനിമയിലേക്ക് സപ്ലൈ ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞ വാർത്ത നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള തീരങ്ങളിൽ വെച്ചിട്ട് വലിയൊരു കപ്പൽ 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തത് മറന്നു പോകരുത്. ആ മയക്കുമരുന്ന് പിടിച്ചെടുത്തതിൽ നിന്ന് 250 കോടി രൂപയുടെ മയക്കുമരുന്നെങ്കിലും കേരളത്തിലേക്ക് വന്നിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഇത്തരത്തിൽ ഇതൊക്കെ വലിയ ബിസിനസ്സായി ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന പണമുള്ള ആളുകൾ ആരാണ് എന്നുള്ളത് കൂടി പിടിക്കാൻ തയ്യാറാകണം. ഒരു ടൈലൻഡ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിൽ റഹീം എന്ന് പറയുന്ന അഖില ലോക പ്രസിഡന്റായിട്ടുള്ള DYFIയുടെ റഹീം എന്ന് ഡയലോഗ് വിടുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോക്ക് മനസ്സിലായിട്ടില്ല കേരളത്തിൽ ആരാണ് ഭരിക്കുന്നതെന്നാണ്. അങ്ങനെ വെറുതെ ഡയലോഗ് അടിച്ചാൽ പോരാ. ഷൈൻ ടോം ചാക്കോമാർക്ക് അറിയാം ഇവിടെ ആരാണ് ഭരിക്കുന്നതെന്ന്. അവരുടെയൊക്കെ സംരക്ഷണയിലാണ് നടക്കുന്നതെന്നാണ് നമ്മളുടെയൊക്കെ സംശയം. അതുകൊണ്ട് റഹീം വെറുതെ വാഗൊണ്ട് വർത്തമാനം പറഞ്ഞ ആളായാൽ പോരാ. ഇങ്ങനെ ഭരിക്കുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞാൽ ഇത് നിർത്തലാക്കാനുള്ള നടപടികളുണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഇതുപോലെയുള്ള കമൻറ്റുകളിലൂടെയും നമ്മുടെ നാട്ടുകാരെയും ഭരണകൂടത്തെയും ഈ പറയുന്ന പോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒക്കെ നോക്കി കൊഞ്ഞനം കുത്തുന്ന പണി അവസാനിപ്പിക്കാൻ കഴിയൂ. ഒരു വാചകം കൂടി പറയാതെ വയ്യ. സിനിമാ രംഗത്ത്
അകാലമായ മരണങ്ങൾ പോലും സംഭവിക്കാം. എല്ല് പൊടിഞ്ഞും പല്ല് പൊടിഞ്ഞുമൊക്കെ ചില നായകന്മാരും ബാക്കിയുള്ള ആളുകളൊക്കെ മരിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് സിനിമയിൽ രംഗത്ത് നിന്ന് അടക്കി പിടിച്ചുള്ള ഒരു സംസാരം. അതുകൂടി ഞാൻ എൻ്റെ പ്രേക്ഷകരോട് തുറന്നു പറയുന്നു. ഒട്ടും അത്ഭുതങ്ങളില്ല, അതിശയോക്തിയില്ല. ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ പലതിനും തെളിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് പറയാൻ മടിയുള്ളത്. പക്ഷേ ഇതെല്ലാം തന്നെ പറഞ്ഞതിൻ്റെ 20% കാര്യങ്ങളാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക.